ഹലോ കൂട്ടുകാരെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഒരാളുടെ സാലറി 10,000 രൂപയാണ്. ഈ 10,000 രൂപയ്ക്കുള്ളിൽ തന്നെ അയാൾക്ക് പി എഫും ഇ എസ് ഐയും കിട്ടുന്നുണ്ട്. പി എഫ് ആയിട്ട് 1,500 രൂപയും ഇ എസ് ഐ ആയിട്ട് 500 രൂപയായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ സാലറി ക്രെഡിറ്റ് ആവേണ്ട ദിവസം സാലറി ക്രെഡിറ്റ് ആയിട്ടില്ല. അപ്പോൾ സാലറി കിട്ടാനുണ്ട്, അല്ലെങ്കിൽ സാലറി അയാൾക്ക് കൊടുക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു അക്കൗണ്ടൻറ്റ് എന്ന നിലയിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഈ ഒരു സാഹചര്യത്തെ അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസാക്ഷനെ ജേർണലൈസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്നതായിരുന്നു എൻ്റെ ചോദ്യം. ഇവിടെ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1 സാലറി ഉണ്ട്, 2 പി എഫ് ഉണ്ട്, 3 ഇ എസ് ഐ ഉണ്ട്. ഇത് 3ഉം കൂടെ കൂടുന്നതാണ് 10,000 രൂപ സാലറി ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ സാലറി അക്കൗണ്ട് ഡെറ്റർ 10,000. സാലറി ഒരു എക്സ്പെൻസ് ആണ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. സാലറി അക്കൗണ്ട് ഡെബിറ്റ് 10,000 രൂപ. 2 പി എഫ് പേയബിൾ. എന്തുകൊണ്ടാണ് പേയബിൾ ആയത്? സാലറിയുടെ കൂടെ വരുന്നതാണ് പി എഫ്. പി എഫ് കിട്ടേണ്ടതായിരുന്നു, കിട്ടിയില്ല, അല്ലെങ്കിൽ കൊടുക്കേണ്ടതായിരുന്നു, കൊടുത്തില്ല. അപ്പോൾ അതെന്തായി മാറും? പേയബിൾ ആയിട്ട് മാറും. അപ്പോൾ പി എഫ് പേയബിൾ അല്ലെങ്കിൽ പ്രൊവിഡൻറ്റ് ഫണ്ട് പേയബിൾ ക്രെഡിറ്റ് ആണ് വരുന്നത്. കൊടുക്കാനുണ്ട്, അത് ബിസിനസ്സിനെ സംബന്ധിച്ചെടുത്ത് ഒരു ലയബിലിറ്റിയാണ്, അതുകൊണ്ട് ക്രെഡിറ്റ് ആയി. പി എഫ് പേയബിൾ ക്രെഡിറ്റ് 1,500. 2 ഇ എസ് ഐ പേയബിൾ. പി എഫ് പോലെ തന്നെ ഇ എസ് ഐയും ഒരു ലയബിലിറ്റിയാണ്, കൊടുക്കാനുണ്ട്, അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തു. ഇ എസ് ഐ ക്രെഡിറ്റ് എത്ര രൂപ വരും? 500 രൂപ. 2 സാലറി പേയബിൾ. സാലറി കൊടുത്തോ? ഇല്ല, സാലറിയും കൊടുക്കാനുണ്ട്. എത്ര രൂപ വരും? 8,000 രൂപ. നമ്മുടെ പി എഫും ഇ എസ് ഐയും കഴിഞ്ഞ് മിച്ചമുള്ളതാണ് സാലറി പേയബിൾ ആയിട്ട് പോകുന്നത്. എത്ര രൂപയാണ്? 8,000 രൂപ. അപ്പോൾ ട്രാൻസാക്ഷൻ ഒന്നുകൂടെ. സാലറി അക്കൗണ്ട് ഡെബിറ്റ് 10,000. 2 പ്രൊവിഡൻറ്റ് ഫണ്ട് പേയബിൾ 1,500. 2 ഇ എസ് ഐ പേയബിൾ 500. 2 സാലറി പേയബിൾ 8,000 രൂപ. അപ്പോൾ ട്രാൻസാക്ഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലിടുക. ഓക്കെ.